ഏവർക്കും നമസ്കാരം. നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കിടക്കാൻ പോകുന്നത്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു അടിപൊളി പാലപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പണ്ടൊക്കെ ഈ പാലപ്പം ഉണ്ടാക്കാനൊക്കെ ഭയങ്കര പാടായിരുന്നു. നമ്മൾ പൊടി മേടിച്ച് കലക്കി വെക്കണം. അത് കലക്കുമ്പോഴേ അതിന്റെ കൂട്ടം ഒത്തില്ലെങ്കിൽ അപ്പം ഉണ്ടാക്കുമ്പോൾ ശരിയാവില്ല. പാലപ്പം ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ അത് അങ്ങനൊന്നും അല്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. അത് എളുപ്പത്തിൽ എങ്ങനെ പാലപ്പം ഉണ്ടാക്കാമെന്നുള്ളതാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അമ്മ പല രീതിയിലും ഉണ്ടാക്കി ഇവിടെ പെട്ടെന്ന് ഉണ്ടാക്കുന്ന രീതിയിൽ അമ്മ ഇങ്ങനെ പാലപ്പം ഉണ്ടാക്കാറുണ്ട്. അപ്പൊ ആ പാലപ്പം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആണ്, അടിപൊളി രുചിയാ പാലപ്പത്തിന്. പക്ഷെ ഒരു പാടുമില്ല ഉണ്ടാക്കാൻ, ഈസി അല്ലെ, ഭയങ്കര ഈസിയാണ്. അപ്പൊ അതിന് അമ്മ സാധാരണ നമ്മൾ അരിപ്പൊടിയൊക്കെ വെച്ചിട്ടൊക്കെ ഉണ്ടാക്കാറുണ്ട് പാലപ്പം അല്ലെ, തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ആ രീതിയിലൊക്കെ. ഇത് അതൊന്നും വേണ്ട, സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ട് പാലപ്പം എങ്ങനെ ഉണ്ടാക്കാന്നുള്ള അമ്മയുടെ ആ ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പൊ അതിന് മുമ്പ് ഈ കൊട്ടയ്ക്കകത്തിരിക്കുന്നുണ്ടോ, നമ്മുടെ ഇവിടെ റംബൂട്ടാനൊക്കെ പഴുത്തു തുടങ്ങി കേട്ടോ നന്നായിട്ട്. ഇപ്പൊ അമ്മയുടെ സ്ഥിരം പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അണ്ണനെ ഓടിക്കലല്ലേ, കുറെ എണ്ണം തിന്നല്ലേ. അണ്ണനിപ്പോ തിന്നൊന്നും അടുത്തോണ്ട് ഇപ്പൊ വരുന്നില്ല അല്ലേ, 2 ദിവസം കൊണ്ട് വരുന്നില്ല. അണ്ണാൻ പേടിച്ചു പോയതാണോ എനിക്കറിയാൻ വയ്യ. പിന്നെ നമുക്കിത് ഇവിടെ റംബൂട്ടാൻ പഴുത്തു, പിന്നെ പുറകിലിരിക്കുന്ന ജാതിക്കയാണ് അല്ലേ, ജാതിക്ക നന്നായിട്ട് ഇപ്പൊ വീണോണ്ടിരിക്കണം, അതുണ്ട്. പിന്നെ നമ്മുടെ കൊടംപുളി അല്ലെ, കൊടംപുളിയൊക്കെ പഴുത്തു. അങ്ങനെ മഴക്കാലം ആയപ്പോഴത്തേക്കും അങ്ങനെയുള്ള പണികൾ ഭയങ്കര കൂടുതലാണ് ഇപ്പൊ അല്ലെ, മലഞ്ചരക്കുകൾ. അപ്പൊ എന്തായാലും നമ്മുടെ പാലപ്പത്തിന്റെ റെസിപ്പി ചെയ്യാനായിട്ട് ആ ഒരു ഈസി അപ്പം ഉണ്ടാക്കാനായിട്ട് അമ്മ എടുത്തേക്കുന്നത് ഇത് 2 ഗ്ലാസ് അരി, ഇത് പച്ചരി അല്ലേ. ഇത് അമ്മ എത്ര നേരം? ഇത് ഞാൻ 4 മണിയായപ്പോഴാണ് വെള്ളത്തിലിട്ടത്. 4 മണിയായി വെള്ളത്തിലിട്ടത്, നല്ലപോലെ അന്നേരം കഴുകി വെള്ളത്തിലിട്ടതാണ്. ഇപ്പൊ നമ്മള് കഴുകി വാരി ഇതിട്ട് എടുത്തതാണ്. അതായത് ഞാൻ വരുന്നത് വരെ അമ്മ ഇങ്ങനെ കാത്തിരിക്കുക വീഡിയോ എടുക്കാൻ വേണ്ടിട്ടല്ലേ. അപ്പൊ എന്നും ഉണ്ടാക്കുന്ന റെസിപ്പിയാണെങ്കിൽ അമ്മ എപ്പോഴും പറയാറുണ്ട് ഈ പാലപ്പം ഉണ്ടാക്കണം, ഈ രീതിയിൽ പാലപ്പം ഉണ്ടാക്കണമെന്ന് കാണിക്കണമെന്ന് പറയാറുണ്ട്. പക്ഷെങ്കിൽ എന്റെ അസൗകര്യം കൊണ്ട്, അതായത് എന്നെ പ്രശ്നം ചോദിച്ചോണ്ടല്ലോ, ഈ വീഡിയോ എടുക്കണമെങ്കിൽ 2 പ്രാവശ്യമായിട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. അരക്കണത് ഇന്ന് അരച്ചു കഴിഞ്ഞാൽ ചുടുന്നത് നാളെ രാവിലെ എടുക്കണം. അപ്പൊ ഒരിക്കലും എനിക്ക് അങ്ങനെ ടൈം കിട്ടാത്തതുകൊണ്ടാണ് നമ്മള് പാലപ്പത്തിന്റെ വീഡിയോ എപ്പോഴും അങ്ങനെ മാറി പോകുന്നത്. അപ്പൊ അരി 2 ഗ്ലാസ് 2 നാഴിയാണ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇനി എന്താ ചെയ്യുന്നത്? ഒരു ചെറിയൊരു തേങ്ങ 2 മുറിയുണ്ട് അല്ലേ, ഇത് മൊത്തം നമ്മൾ ചിരണ്ടി എടുക്കും. ഒറ്റ തേങ്ങയാണ് അല്ലേ, ഇത് ചിരണ്ടണം അല്ലേ. അപ്പൊ അത് എന്റെ പണിയാണ് ചിരണ്ടുക എന്നുള്ളത്. അപ്പൊ പിന്നെ ഇതിനകത്ത് നമ്മൾ ഒരു കഷ്ണം വെളുത്തുള്ളി ഉണ്ട്, ഒരു സ്വല്പം ജീരകമുണ്ട്. അത് നമ്മൾ ഈ അരിയും തേങ്ങ ഒരേ ഒരു വെളുത്തുള്ളി, ഒറ്റ ഒരു വെളുത്തുള്ളി, ഒരു സ്വല്പം ഒരു കിള്ളി ജീരകം, ഒരു വെളുത്തുള്ളി അല്ലെങ്കിൽ കുറച്ച് ജീരകം. അത് നമ്മൾ ഇത് അരയ്ക്കുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ അരി ആദ്യം നമ്മൾ നന്നായിട്ട് അരി അരച്ചെടുക്കും, ഇതിന്റെ കൂടെ വേറെ ഒന്നും ചേർക്കില്ല. അത് കഴിഞ്ഞ് അപ്പൊ നമ്മളിത് തേങ്ങ ചുരണ്ടിയിട്ടുണ്ട്. നമ്മൾ ഒരു തേങ്ങ എടുക്കുമെന്നായിരുന്നു പറഞ്ഞത്, പക്ഷെ എടുത്തില്ല. ഒരു മുറിയും പിന്നെ ഒരു മുറിയുടെ 1/4 ഭാഗവും കൂടെ ചുരണ്ടിയപ്പോൾ നമുക്കിത് ആവശ്യത്തിന് തേങ്ങ ഉണ്ട്. ഒരുപാട് തേങ്ങ വേണ്ട, അത് ഇത്ര തേങ്ങയുടെ ആവശ്യമുള്ളൂ. പിന്നെ നമ്മളിതിനെടുത്തേക്കുന്നത് ചെറിയൊരു കപ്പിന് ഇതിനകത്ത് 1 കപ്പ് ചോറ്. നമ്മൾ സാധാരണ എല്ലാവരും കുറുക്കി ചേർത്താലും മതിയെന്നുണ്ട്, പക്ഷെ ചോറ് അടിച്ചാലും കുഴപ്പമില്ല. നമ്മളിപ്പോ പെട്ടെന്നായതുകൊണ്ട് നമ്മൾ ചോറാണ് അരയ്ക്കുന്നത്. കുറുക്കാക്കാൻ ഈസി പാലപ്പം. അപ്പൊ പിന്നെ നമ്മൾ അതുപോലെ തന്നെ ഈസ്റ്റ് ഇടാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചെറിയ ചൂടുവെള്ളമാണ് എടുത്തേക്കുന്നത്. അപ്പൊ നമ്മൾ ഈസ്റ്റ് ആ വെള്ളത്തിൽ ഇട്ടിട്ട് വേണം നമുക്ക് ബാക്കിയൊക്കെ തുടങ്ങാനൊക്കെ ഉണ്ട്. ഇത്ര ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ചൂടുവെള്ളത്തിലോട്ടാണ് ഇടുന്നത്. ചൂടുവെള്ളത്തിൽ മിക്സ് ആവണല്ലേ. അപ്പൊ നമ്മൾ അരയ്ക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് വരും. പച്ചവെള്ളത്തിലിടരുത് ഈസ്റ്റ്. ഓക്കെ. പിന്നെ നമ്മുടെ അരി ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു അല്പം ഒരു കിള്ളി ജീരകമുണ്ട്, ഒരു കുഞ്ഞു വെളുത്തുള്ളി ഉണ്ട്. ഇത്രയും കൂടെ നമ്മൾ ഇതിന്റെ കൂട്ടിട്ട് അരയ്ക്കും. അത് ഇതിലേക്ക് ഇടുവാണ് വേണ്ടേ? അരിയുടെ കൂട്ടിട്ടാലും മതി, തേങ്ങയുടെ കൂടെ അരച്ചാലും മതി. അപ്പൊ നമ്മൾ ഈ വെളുത്തുള്ളി ഈ ജീരകം കൊണ്ട് ഈ അരിയുടെ കൂടെ അങ്ങ് ഇടുവാണ്. ഇട്ടിട്ട് നമ്മൾ അരയ്ക്കണത് അത്രയേ ഉള്ളൂ, ഒരുപാടൊന്നും വേണ്ട, അത്രയുണ്ട്. അപ്പൊ നമ്മൾ ഇതൊന്ന് അരച്ചെടുക്കാൻ ഓരോന്നും വേറെ അരയ്ക്കും. അപ്പൊ അരി വേറെ അരയ്ക്കണം, പിന്നെ തേങ്ങ വേറെ അരയ്ക്കണം, ചോറ് വേറെ അരയ്ക്കണം അല്ലേ. അപ്പൊ ചോറ് അരയ്ക്കുമ്പോ അതിന്റെ കൂടെ എന്തെങ്കിലും വെള്ളം ചേർത്താണ് അരയ്ക്കുന്നത്? വെള്ളം അരക്കണം. അത് ചൂടുവെള്ളമാണോ സാധാ വെള്ളം? പച്ചവെള്ളം. ഇപ്പൊ തന്നെ ഈസ്റ്റ് ഇട്ടപ്പോ തന്നെ കള്ളു പോലെ ആയത്. അപ്പൊ നമുക്ക് 3 വേറെ അരച്ചെടുക്കാം അല്ലേ. ഓക്കെ. അരി നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ തേങ്ങയും കൂടെ ഇതിന്റെ കൂടെ അരി ഇങ്ങനെ നന്നായിട്ട് അരയത്തില്ല. ഇപ്പൊ ഒരു ശകലം പോലും തരിയൊന്നുമില്ല, നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഭാഗത്ത് നമ്മൾ അരി അരച്ചെടുത്തു. 2 ജാർ അരച്ചില്ല, 2ആയിട്ടിട്ട് അരച്ചത്. ഇനി അടുത്തത് തേങ്ങ അരയ്ക്കാൻ പോവാ. ഓക്കെ.
ഇത് തേങ്ങായും നമ്മൾ നന്നായിട്ട് അരച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ അരിക്കകത്തോടെ ഒഴിക്കുവാണ് മാവിനകത്ത്. ഇത് ഒന്നിച്ചരച്ചാല് പ്രോപ്പർ ആയിട്ട് അറിയാത്തോണ്ടാണ് രണ്ടാക്കണം അല്ലേ, പലതായിട്ട്. അപ്പൊ ഇനി നമ്മൾ ചോറാണ് അടുത്ത് അരയ്ക്കാൻ പോകുന്നത്. ചോറിട്ടിട്ട് അതിന്റെ അകത്തേക്ക് വെള്ളം കൂടെ ഒഴിച്ച് അരച്ചെടുക്കും അല്ലേ? എന്തോരം ചോറാണ്? അത്രയും മതി അമ്മ? കുറുക്ക് ചേർത്താലും മതി, പെട്ടെന്ന് കുറുക്കാണ്. ഇത്രയും ചോറ് ചേർക്കണം അല്ലേ? ചോറ് നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കും. ഓക്കെ. അരച്ചത് ഇങ്ങനെ ഒന്നിച്ചൊഴിക്കുവാണ് കേട്ടോ, വേറെ വേറെ അരച്ച് വെക്കണം. ഒറ്റ കലത്തിലേക്ക് നമ്മളിത് ചോറും അരച്ചിട്ടുണ്ട്. ചോറ് നന്നായിട്ട് നമ്മൾ വെള്ളമൊക്കെ ചേർത്ത് നന്നായിട്ട് അരച്ചിട്ടുണ്ട്. അപ്പൊ 3 സംഭവങ്ങൾ നമ്മൾ അരച്ചല്ലേ? ചോറ്, തേങ്ങ, അരി. 3ഉം വേറെ വേറെ അരച്ചത് ഒന്നിച്ചിട്ടാല് നന്നായിട്ട് അരയില്ലാത്തത്. നമ്മൾ അരയുന്ന അറിയത്തില്ല. തേങ്ങയൊക്കെ അതുപോലെ തന്നെ ചതച്ച് വാരിയ പോലെ കിടക്കും അല്ലെങ്കിൽ അല്ലേ? ഇനിയിപ്പോ എന്താ ചെയ്യാം? അപ്പൊ നമ്മൾ ഈ കലക്കി വെച്ചാൽ ഈസ്റ്റ് കൂടെ നമ്മൾ ഇതിന്റെ കൂടെ ഒഴിക്കുക. ഓക്കെ, ഇതും കൂടെ ഒഴിക്കാൻ പോവാ അല്ലേ? ഈസ്റ്റ് ഒഴിച്ചു. അപ്പൊ ഇത് എളുപ്പത്തിൽ പാലപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പി ഉണ്ടോ? നിങ്ങളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ പാലപ്പം ഒക്കെ ഉണ്ടാക്കാൻ പാടാണെന്നൊക്കെ തോന്നുവാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ഐഡിയ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ഈ ഒരു രീതിയിൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും അല്ലേ? അപ്പൊ നമുക്കൊന്ന് ഇളക്കാം എല്ലാം കൂടെ. അപ്പൊ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ട് ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം, കമന്റ് മറക്കരുത്. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതാണ് ചാനൽ കാണുന്നത്, ജസ്റ്റ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇതൊക്കെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് അല്ലേ? ഇത് നന്നായിട്ട് അമ്മ ഇത്ര ഇളക്കിയിട്ടുണ്ട്. ഇനി എന്നാ വേണം? വെള്ളം അടച്ചു വെക്കുക. ഓഹോ, ഇത്രയുള്ള പരിപാടി അല്ലേ? നാളെ നമ്മൾ ചേർക്കാൻ ചൂടാൻ നേരത്താണ് നമ്മൾ ഉപ്പൊക്കെ ചേർക്കുന്നത്. അപ്പൊ നമ്മുടെ മാവ് ഇന്നലെ നമ്മൾ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മളൊന്ന് തുറന്നു നോക്കാം അത് എങ്ങനെ ഉണ്ടെന്നുള്ളത്. അല്ലേ, അപ്പൊ അതൊക്കെ പൊങ്ങി വരുന്നുണ്ട്. മഴക്കാലം ആയതുകൊണ്ട് ഇച്ചിരി തണുപ്പ് കൂടുതലായതുകൊണ്ട് ഇച്ചിരി പാടുണ്ട് പൊങ്ങാനൊക്കെ ഉണ്ട്, താമസമുണ്ട്. എന്നാലും നമുക്കൊന്ന് ചുട്ട് നോക്കാം. അപ്പൊ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അതിനകത്ത് ഉപ്പൊന്നും നമ്മൾ ചേർത്തില്ലായിരുന്നു. അപ്പൊ ഇത്ര ഉപ്പാണ് ഞാൻ ഇടുന്നത്. മഴക്കാലം ആകുമ്പോ നമ്മള് സാധാ വെക്കണേക്കാൾ ഇച്ചിരി കൂടുതൽ സമയം വെക്കണം അല്ലേ? അപ്പൊ പൊങ്ങി വന്നോളൂ അല്ലേ? ഇപ്പോഴും ഇത് ചുടാൻ പാകത്തിന് പൊങ്ങിയിട്ടുണ്ട് അല്ലേ? നമുക്ക് എന്നാലും രാവിലെ വീഡിയോ എടുക്കണോണ്ട് നമ്മൾ ഒത്തിരി സമയം വെയിറ്റ് ചെയ്യാണ്ട് നേരെ അങ്ങ് എടുക്കുകയാണ് അല്ലേ? സമയമുള്ളൊരു ഇച്ചിരി മണമൊക്കെ വരുന്നുണ്ട് പുളിപ്പിന്റെ അല്ലേ? അപ്പൊ ഈ സമയത്താണ് നന്നായിട്ട് മിക്സ് ചെയ്ത്. ഇനി ഇത് വെള്ളം ചേർക്കണം അമ്മേ? വേണ്ടല്ലോ ഉണ്ട് അല്ലേ? ഇച്ചിരി കൂടുതൽ വെള്ളം വേണം ഇതിന്. ആ, ദോശ അപ്പത്തിന്റെ കുറുക്കലിനേക്കാളും കുറച്ചും കൂടെ വെള്ളം വേണം അല്ലേ? ഓക്കെ 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 ഓക്കെ. അപ്പൊ ഇനി നമുക്ക് നേരെ ഇനി ചുടാം അല്ലേ? ചുടാൻ എളുപ്പത്തിന് വേണ്ടിട്ട് നമ്മളിത് ഈ കലമൊക്കെ പിടിച്ചോണ്ട് നമ്മള് വലിയ കലം വെച്ചാൽ ചിലപ്പോ രാത്രിയൊക്കെ പൊങ്ങി പോവുകയാണെങ്കിൽ അതൊരു ട്രിക്കാണ്. എപ്പോഴും നമ്മൾ കലക്കി വെക്കുമ്പോ വലുതിൽ വെക്കണം അല്ലേ? വെക്കണം, അല്ലെങ്കിൽ ചിലപ്പോ പൊങ്ങി പോവും. അപ്പൊ നമ്മുടെ മാവ് നമ്മൾ നേരെ ഇനി അപ്പം ഉണ്ടാക്കാൻ പോകുന്നു. അങ്ങനത്തെ നമ്മളുടെ പാലപ്പം അങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇന്നത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മള് മൊത്തം പുളിക്കാനായിട്ട് നിന്നിട്ടില്ല. തണുപ്പായതുകൊണ്ടും എനിക്ക് നേരത്തെ പോകേണ്ടത് കൊണ്ടും നമ്മൾ നേരത്തെ എങ്ങെടുത്ത് അല്പസമയം കൂടി ഇരുന്ന് കഴിഞ്ഞാണെങ്കിൽ കുറച്ചും കൂടെ പൊങ്ങി വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുണ്ട്. അപ്പൊ നന്നായിട്ട് പൊങ്ങിയതിന് ശേഷം വേണം ഉണ്ടാക്കാനായിട്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പാലപ്പം ഉണ്ടാക്കി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ വേറൊരു കാര്യം പറയാം, നമ്മുടെ ടിപ്പിക്കൽ ആയിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള പാലപ്പം ഉണ്ടാക്കുന്ന രീതി അല്ല ഇത് അല്ലെ? ഇത് നമ്മൾ അമ്മ തന്നെ ഇങ്ങനെ ജസ്റ്റ് പെട്ടെന്ന് എങ്ങനെ പാലപ്പം ഉണ്ടാക്കാന്നുള്ള രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പാലപ്പത്തിന്റെ രീതിയാണ് ഇത് അല്ലെ? അപ്പൊ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാണ്ട് ഉണ്ടാക്കുന്ന ഒരു പാലപ്പത്തിന്റെ റെസിപ്പിയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമന്റും നിങ്ങൾ മറക്കരുത്. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തില്ല, ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം, ഹൈപ്പ് ചെയ്യണം. അപ്പൊ എല്ലാം ഓർമ്മിപ്പിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം നിങ്ങൾക്ക്.